ഹായ് ഗായ്സ്, പത്തനംതിട്ട സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അബി ജ്വല്ലറിയിൽ നിന്ന് കുറേ കള്ളത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. കള്ളക്കടത്ത് സ്വർണ്ണമൊക്കെ വാങ്ങിയിട്ട് മൂർത്തീസ് ജ്വല്ലറി വഴി ആഭരണങ്ങളായിട്ട് അത് വിറ്റഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് മറ്റുള്ളവരാരും അറിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ ആദർശും അജയനും ഒക്കെ അറിയുകയാണ്. ഇക്കാര്യത്തിൽ ആരെയാണ് സംശയിക്കേണ്ടതെന്ന് അവർക്ക് മനസ്സിലാകാതിരിക്കുകയാണ്. ആരായിരിക്കും ഇങ്ങനൊരു ചതി ചെയ്തത്? മൂർത്തീസ് ജ്വല്ലറിയുടെ പേര് തന്നെ കളയുന്ന ഒരു കാര്യമാണത്. അതാരാണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്, നിഷ്പക്ഷമായിട്ട് തന്നെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുകയാണ് ആദർശ് SIയോട്. അങ്ങനെ SI അന്വേഷണമൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ അബിയെ കണ്ടെത്തുകയാണ്. അബിയാണ് ഇതിനെല്ലാം പിറകിലെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ആദർശ് പൊട്ടിത്തെറിക്കുകയാണ് അബിയുടെ നേരെ. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അനന്തപുരിയിൽ ആകെ മൊത്തം സംഘർഷമാണ്. നമ്മുടെ ആദർശാണെങ്കിൽ നായനിയോട് വീട്ടിലേക്ക് പൊയ്ക്കോളാൻ തന്നെ പറയാണ്. നിന്നെ കാണുകയേ വേണ്ട എന്നുള്ള രീതിയാണ്. ഒന്ന് സംസാരിക്കാനോ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനോ പോലും ആദർശ് തയ്യാറാവുന്നില്ല. നയനയാണെങ്കിൽ എന്ത് പറ്റിയതായിരിക്കും ആദർശേട്ടനെന്ന് ഓർത്തിട്ട് ആകെപ്പാടെ അങ്കലാപ്പിലാണ്. സത്യങ്ങളൊക്കെ ആദർശിനോട് തുറന്ന് പറയുന്നുണ്ട് നയന. പക്ഷേ സമയം കഴിഞ്ഞു പോയത് കാരണം ആദർശിൻ്റെ മനസ്സിലേക്ക് അതങ്ങ് അംഗീകരിക്കാൻ ആദർശിന് പറ്റുന്നില്ല. ഇത്രയും നാളും കുരങ്ങ് കളിപ്പിച്ചതല്ലേ, അവളെ അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയുകയാണ് ആദർശ്. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആണെങ്കിൽ നയനെ ഒരു പരിധി കഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നുമില്ല. ദേവയാനിയുടെ അടുത്ത് ചെന്ന് കരഞ്ഞു പറയുന്നുണ്ട് നയന, ആദർശേട്ടൻ എന്നെ ഒഴിവാക്കുകയാണ്, എന്നോട് ഇവിടെ നിൽക്കണ്ടെന്ന് പറയാണ്. പക്ഷേ നേരത്തെ പോലല്ല. ഇനിയിപ്പോൾ ആദർശേട്ടൻ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ എനിക്കും ചില കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും. എനിക്കും ഇവിടെ ഇങ്ങനെ കടിച്ചു നോങ്ങി നിൽക്കുന്നതിനോടൊന്നും താല്പര്യമില്ല എന്ന് പറയാം. അങ്ങനെ നയന പെട്ടിയും ബാഗും ഒക്കെ എടുത്തിട്ട് തിരിച്ച് നന്ദാവനത്തിലേക്ക് തന്നെ പോവാണ്. അവിടെ ചെന്ന് കയറുമ്പം ഗോവിന്ദന് കനകയൊക്കെ ഉണ്ട്. അപ്പോൾ കനക ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ ഇങ്ങനെ തിരിച്ചു പോകുന്നത്? എന്താ അവിടെ ചെന്നിട്ട് ആദർശമോൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ചോദിക്കുമ്പം നയന പറയാണ്, അമ്മേ ആദർശേട്ടനൊന്നും സംസാരിക്കാൻ പോലും തയ്യാറാകുന്നില്ല. നേരത്തെ ഞാനും ആദർശേട്ടനും കൂടെ ഇതുപോലൊക്കെ ജീവിച്ചിരുന്നു. അന്ന് ഞാൻ അവിടെ പിടിച്ചു നിന്നിരുന്നു. അതുപോലല്ല ഇപ്പോൾ. ആദർശേട്ടൻ എന്നെ എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കി. ഞങ്ങൾ ഒരുമിച്ച് സ്നേഹിച്ച് ജീവിച്ചുകൊണ്ടിരുന്നതാ. പക്ഷേ എന്താണ് കാര്യമെന്ന് പോലും പറയാതെ ആദർശേട്ടൻ ഈ അകൽച്ച കാണിക്കുമ്പം ഞാൻ പിന്നെ എന്താ ചെയ്യുന്നത്? എനിക്കിനി അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അനന്തപുരിയിൽ ഒരു അന്യയെ പോലെ ആദർശേട്ടൻ്റെ കൂടെ കടിപിടി കൂടി വഴക്കുണ്ടാക്കി ഇനി അങ്ങനെ ഒരു ജീവിതം എനിക്ക് പറ്റില്ലമ്മേ. ഞാൻ അതുകൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു എന്ന് പറയുമ്പം കനകത്തിന് ആകപ്പാടെ വിഷമമാണ്. കനകൻ ചോദിക്കുക, എന്താ മോളെ നീ ഇങ്ങനെ തിരിച്ചു പോന്നാൽ? എന്താ ഇത്? ആദർശൻ ഇനി നിന്നെ വേണ്ടെന്നെങ്ങാനും വയ്ക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം നയന പറയുന്നുണ്ട്, ആദർശൻ എന്ത് തീരുമാനിച്ചാലും അതെനിക്ക് കുഴപ്പമില്ല. ഇനിയിപ്പോൾ എന്നെ വേണ്ടെന്ന് വെച്ചാലും അതെനിക്കൊരു പ്രശ്നമല്ല എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുമ്പം ഗോവിന്ദന് ഭയങ്കര ടെൻഷനാകാണ്. ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് കനകയോട്, കനകയെ കളി കാര്യമായോ എന്താണെന്നറിയില്ല. നവ്യയും അബിയും കൂടെ ഇപ്പോൾ ഒരു അടുപ്പമൊക്കെ ഉണ്ട്. അബിയുടെ മനസ്സ് ശുദ്ധമാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ അബി നവ്യയെ കാണാൻ വരികയും അവൾക്ക് സമ്മാനങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മനസ്സിനൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. എന്നാൽ നന്ദുവിൻ്റെയും നയനയുടെയും കാര്യം ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഭയങ്കര വിഷമമാണ്. നന്ദു അനിയും കൂടെയുള്ള പ്രശ്നം കാരണം വല്ലാത്തൊരു ടെൻഷൻ തന്നെയാണ്. നന്ദു ഇപ്പം ട്രെയിനിങ്ങിന് പോയെങ്കിലും അനി അവളെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അനാമികയും അനിയുമായിട്ടുള്ള പ്രശ്നവും അവിടെ ഭയങ്കര ഒരു ബഹളം ആയിക്കൊണ്ടിരിക്കുക. കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് വല്ലാത്തൊരു വിഷമം തോന്നുമെന്ന് ഗോവിന്ദൻ പറയാണ്. നയനെ പറയുന്നുണ്ട്, അച്ഛൻ വിഷമിക്കാനൊന്നും പോകണ്ട. ആദർശേട്ടൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് ആദർശേട്ടൻ പറയട്ടെ. തുറന്നു പറയാതെ എന്ത് പറയാൻ പറ്റും? അമ്മ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയെന്നുള്ള വിവരം ഞാൻ മറച്ചു വച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഞാൻ ആ കാര്യങ്ങളെല്ലാം ഇപ്പോൾ പറഞ്ഞു. അമ്മയ്ക്ക് കരൾ കൊടുത്തത് ഞാനാണെന്ന് അമ്മ അറിഞ്ഞപ്പോൾ മുതൽ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയതാണെന്നും തൽക്കാലം ആദർശേട്ടനോടൊന്നും പറയണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ പറയാതിരുന്നതെന്നൊക്കെ ഉള്ള കാര്യം ആദർശേട്ടനോട് തുറന്നു പറഞ്ഞു. പക്ഷേ ആദർശേട്ടൻ അതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. എന്തിനാണ് ഇത്രയും വാശിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അച്ഛാന്ന് പറയാം. അപ്പോൾ ഗോവിന്ദൻ കനകയോട് പറയാം, കനകെ എന്താവും കുട്ടികളുടെ കാര്യം? ആദർശ നയനെ ഉപേക്ഷിക്കുന്നത് എനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല. ഒന്ന് കഴിയുമ്പോൾ ഒന്നാണല്ലോ ടെൻഷൻ. മനസ്സിന് ഒരു സമാധാനവും കിട്ടുന്നില്ല. ഒരാളുടെ കാര്യം ശരിയാകുമ്പം ഒരാളുടെ കാര്യത്തിൽ പ്രശ്നമാവുകയാണല്ലോ. എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാം.
അങ്ങനെ ഗോവിന്ദന് പെട്ടെന്നൊരു നെഞ്ചുവേദനയൊക്കെ വരികയാണ്. ഗോവിന്ദൻ അവിടെ അങ്ങ് വീഴുമ്പോഴേക്കും നമ്മുടെ നയനെ കോരിയെടുക്കുന്നൊക്കെ ഉണ്ട്. എടുത്ത് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോവാണ്. അങ്ങനെ ഗോവിന്ദൻ അറ്റാക്കാണ് കേട്ടോ. ഗോവിന്ദന് സ്ഥിരമായിട്ട് വരാറുള്ള ആ നെഞ്ചുവേദന തന്നെയാണ്. അങ്ങനെ ഇത്തിരി സീരിയസ് ആയിട്ട് ഗോവിന്ദൻ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് കേട്ടോ. അപ്പം ഒരു സർജറിയൊക്കെ വേണം. ആ സർജറിക്ക് കുറേ പണമൊക്കെ വേണ്ടി വരികയാണ്. അങ്ങനെ വരുമ്പം ഗോവിന്ദന് വയ്യാതായി കഴിയുമ്പോഴേക്കും നയന ദേവയാനിയെ വിളിച്ച് പറയാണ്, അമ്മേ അച്ഛൻ ഹോസ്പിറ്റലിലാണ്. ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നപ്പം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഉള്ള വിഷമം കൊണ്ട് അച്ഛൻ തലകറങ്ങി വീണു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അറ്റാക്കാണ്, ഒരു സർജറിയൊക്കെ വേണം, ഇത്തിരി സീരിയസ് ആണെന്നൊക്കെ പറയുക. അപ്പോൾ ദേവയാനി പറയാണ്, മോളെ ഞാൻ ആദർശിനോട് പറയാം, അവനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടാം. ഒരു കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഇനി പണത്തിൻ്റെ കാര്യമാണേലും അതൊന്നും ഓർത്ത് നീ വിഷമിക്കാൻ പോകണ്ട മോളെ എന്ന് പറയുകയാണ്. എന്നിട്ട് ദേവയാനി നേരെ ചെന്ന് ആദർശിനോട് പറയുന്നുണ്ട്, ആദർശേ നയനയുടെ അച്ഛൻ വയ്യാതായി വീണിട്ടുണ്ട്, നെഞ്ചുവേദനയാണ്, കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജാണ്, നീ അങ്ങോട്ട് ഹോസ്പിറ്റലിലോട്ട് ചെല്ലണം, അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ നീ ചെയ്തു കൊടുക്കണം എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയാണ്, അമ്മേ എനിക്കിപ്പോൾ അങ്ങ് ഹോസ്പിറ്റലൊന്നും ചെല്ലാൻ പറ്റില്ല, എനിക്കതിന് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അവളോടൊരു അകൽച്ചയുണ്ട്, അവളുടെ മുമ്പിൽ പോയി നിൽക്കാൻ എനിക്ക് പറ്റില്ല. അവളുടെ അച്ഛൻ ഇങ്ങനെ വന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. പണം എത്ര വേണമെങ്കിലും അമ്മയ്ക്ക് ചിലവാക്കാം, അമ്മ ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ആ കാര്യങ്ങളൊക്കെ നോക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയുകയാണ്. അപ്പോൾ ദേവയാനി പറയും, എന്താ ആദർശം നീ പറയുന്നത്? ഞാനാണോ പോകേണ്ടത്? നീയല്ലേ ചെല്ലേണ്ടത്? നിൻ്റെ അമ്മയച്ഛനല്ലേ ആശുപത്രി കിടക്കുന്നത്? അമ്മ തൽക്കാലം ആ ബന്ധങ്ങളെക്കുറിച്ചൊന്നും പറയേണ്ടത് ഞാൻ പറഞ്ഞില്ലേ എന്ന് ആദർശ് ചോദിക്കുക. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഇത്രയധികം നീ നയനയെ വെറുക്കാൻ മാത്രം അവൾ എന്ത് തെറ്റാടാ ചെയ്തത്? തെറ്റോ ശരിയോ ഒന്നും നോക്കാൻ സമയമില്ല, അമ്മ വേണമെങ്കിൽ ആശുപത്രിയിലേക്ക് പോകാം എന്ന് പറയുകയാണ്. അങ്ങനെ ദേവയാനി ആശുപത്രിയിൽ ചെന്ന് കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പം നയനയും കനകയും ഒക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. കനകയോടൊക്കെ പറയാണ്, അതെ കനകെ വെറുതെ വിഷമിക്കുകയൊന്നും വേണ്ട, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഗോവിന്ദന് എത്ര പണം മുടക്കി വേണമെങ്കിലും നമുക്ക് ചികിത്സിക്കാം, എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കാം, പക്ഷേ നിങ്ങൾ ടെൻഷൻ അടിക്കരുത്, എല്ലാം ശരിയാകും. അപ്പോൾ കനക പറയാണ്, നയനമോളുടെ ഈ അവസ്ഥ ആലോചിച്ചപ്പോഴാണ് ഗോവിന്ദേട്ടന് ഇങ്ങനെ പെട്ടെന്നുണ്ടായത്. മക്കളുടെ കാര്യം ആലോചിക്കുമ്പം ഒരാളുടെ കഴിയുമ്പോൾ ഒരാളുടെ പ്രശ്നങ്ങളാണ് ഗോവിന്ദേട്ടന്. കുറച്ച് ദിവസമായിട്ട് എന്നോട് ഇതൊക്കെ പറയുന്നുണ്ടായിരുന്നു. നയനമോള് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഏട്ടന് സഹിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് എന്നൊക്കെ കനക പറയുക. അപ്പം ദേവയാനി ആശ്വസിപ്പിക്കുന്നുണ്ട് കനക വിഷമിക്കുകയൊന്നും വേണ്ട, ആദർശിനെ എനിക്കറിയാം, അവനിപ്പം തൽക്കാലത്തേക്ക് എന്തോ പരിഭവമാണ് എനിക്ക് തോന്നുന്നത്. ഞാനും നയനയും സ്നേഹത്തിലാണ് എന്നുള്ള കാര്യം അവനിൽ നിന്ന് മറച്ചു വച്ചില്ലേ, ആ ഒരു ദേഷ്യമായിരിക്കും അവന്. അതൊക്കെ ഇപ്പോൾ ഉടനെ തന്നെ മാറും. അത് കഴിയുമ്പോൾ പിന്നെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് അവനെ മനസ്സിലാക്കിക്കോളാം, അവൻ്റെ വാശി അധികം ഒന്നും നിൽക്കുകയില്ലെന്ന് പറയാണ്. അങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. അതേസമയം ഒരുപാട് പണമൊക്കെ വേണ്ടി വരുന്നുണ്ട് ഗോവിന്ദൻ്റെ സർജറിക്കൊക്കെ ആയിട്ട്. അപ്പോഴേക്കും അവരാകെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ ദേവയാനി എല്ലാ പണവും ചിലവാക്കാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ജലജയും ജാനകിയൊക്കെ അതിനെ എതിർക്കാണ്. ജലജ അവിടെ വന്നിട്ട് പറയുന്നുണ്ട്, എന്താ ഏടത്തിയുടെ വിചാരം എന്താ? ഏടത്തി എന്തിനാ ഗോവിന്ദൻ ആശുപത്രിയിലേക്ക് ഈ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കുന്നത്? നയനയും ആദർശം തമ്മിൽ ഇപ്പം ഇഷ്ടത്തിലല്ല എന്നുള്ള കാര്യം ഏടത്തിക്ക് അറിയില്ലേ? പിന്നെ എന്തിനാണ് ആ ഹോസ്പിറ്റലിൽ കൊണ്ട് പണം കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയാണ്, അതെന്താ ഹോസ്പിറ്റലിൽ പണം കൊടുത്താ? നയന ഈ വീട്ടിലെ മരുമകളല്ലേ, അവളുടെ അച്ഛനല്ലേ ഗോവിന്ദൻ, അവർക്കൊരാവശ്യം വരുമ്പോൾ നമ്മൾ സഹായിക്കണ്ടേ? അത് ആദർശം ഞാനും ഒക്കെ അല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ജലജ പറയാണ്, ഓഹോ ഇപ്പം അങ്ങനെയായി ഏടത്തിക്ക്, അവളെ ഈ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പോലും ഏടത്തിക്ക് താല്പര്യമില്ലായിരുന്നു. ഇപ്പോൾ അവളുടെ അച്ഛനെ ചികിത്സിക്കാൻ പണം ഇവിടെ നിന്ന് ഒഴുകുകയാണ്. അവരെങ്ങനെയെങ്കിലും ചികിത്സിക്കട്ടെ, ഇപ്പോൾ പഴയതുപോലൊന്നും അല്ലല്ലോ, നയനയ്ക്കും ശമ്പളമുണ്ട്, നന്ദുവിനും ഒരു ജോലിയും ട്രെയിനിങ്ങും ഒക്കെ ആയില്ലേ. അപ്പോൾ ദേവയാനി പറയേ, എന്താ ജലജ ഈ പറയുന്നത്? നന്ദുവിന് ജോലിയൊന്നും ആയില്ലല്ലോ, അതുപോലെ തന്നെ നയനയ്ക്കും ഇവിടുന്ന് കൊടുക്കുന്ന ശമ്പളമല്ലേ ഉള്ളൂ, അതുകൊണ്ട് വല്ലതും കാര്യമാവുമോ? ഹോസ്പിറ്റലിൽ ഒരുപാട് പണത്തിൻ്റെ ചിലവുണ്ട്, ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ഇപ്പോൾ സഹായിച്ചില്ലേ പിന്നെ എപ്പോഴാണ് സഹായിക്കുന്നത്? അപ്പം ജാനകി പറയാണ്, ഏടത്തേക്ക് സ്വന്തം മരുമോളെ അവളുടെ വീട്ടുകാരെ സഹായിക്കാനേ നേരമുള്ളൂ, ആദർശനും അതേ ഉള്ളൂ, വീടെടുത്ത് കൊടുത്തിരിക്കുന്നു, അതുപോലെ കടങ്ങൾ വീട്ടിൽ കൊടുത്തിരിക്കുന്നു. ഇനിയിപ്പോൾ ഗോവിന്ദൻ ആശുപത്രിയിലായപ്പോൾ അതിനുള്ള പണവും ഇങ്ങനെ ഇവിടുന്ന് ഈ അനാഥമുറിയിൽ നിന്ന് തന്നെ പോകണം, നമ്മുടെ എല്ലാവരുടെയും ട്രസ്റ്റിലെ പണം അതെന്ന് ഓർക്കണം എന്ന് പറയാം. അപ്പോൾ ദേവയാനി പറയാ, ഓ ജാനകി ഇപ്പം കണക്കൊക്കെ പറയാറായി, പണത്തിൻ്റെ കണക്കും ട്രസ്റ്റിലെ സ്വത്ത് വിവരത്തിൻ്റെ കണക്കും ഒക്കെ പറയാറായി അല്ലേ? ഞാൻ കൊടുക്കുന്നത് എൻ്റെ കയ്യിലുള്ള പണമാണ്, അല്ലാതെ ട്രസ്റ്റിൽ നിന്ന് എടുത്തിട്ട് മറ്റൊന്നും അല്ലെന്ന് പറയാണ്.
അപ്പോൾ അനാമിക പറയാണ്, ഓ വല്യമ്മേ, എന്ത് പണമായാലും എന്താ, എന്തിനാ ഇതിപ്പോൾ ചെയ്യുന്നത്? ആ ഗോവിന്ദൻ അവിടെ എങ്ങാൻ കിടക്കട്ടെ, അവയാൾ അവിടെ കിടന്ന് മരിച്ചു പോയാലും കുഴപ്പമില്ല, അത്ര ഒരു ശല്യം തീരുമല്ലോ. ആ നന്ദുവിനെ കൊണ്ടും നവ്യെ കൊണ്ടും നയനെ കൊണ്ടുള്ള ശല്യം തന്നെ നമുക്ക് സഹിക്കാൻ വയ്യ. ഇതെന്താ കറിഞ്ഞിട്ടാ വല്യമ്മ ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകത്തതെന്ന് പറയുക. അപ്പോൾ ദേവയാനിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. നിങ്ങളാരും കൊണ്ടുവന്ന പണമല്ലല്ലോ ഞാൻ കൊടുക്കുന്നത്. ഒരാൾ വയ്യാതെ അത്യാസന്ന നിലയിൽ കിടക്കുമ്പോൾ അയാളെ സഹായിക്കുന്നതിന് ഇത്രയ്ക്ക് കണക്ക് പറയണോ? ഇത്രയ്ക്ക് കണ്ണിച്ചോരയില്ലാത്തവരാകരുത് നിങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി പോവാണ്. ദേവയാനിയാണ് സകല പണവും കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഗോവിന്ദൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞ് സുഖാവുകയാണ്. അതിന് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ ദേവയാനി തന്നെ കൊടുത്ത് സഹായിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതേസമയം അനാമികയുടെ പ്രശ്നം വീണ്ടും വഷളായിക്കൊണ്ടേയിരിക്കുകയാണ്. അനിയും അനാമികയും തമ്മിൽ എന്നും പൊരിഞ്ഞ അടിയാണ്. അതേസമയം അനാമിക റൂമിലേക്ക് വരുമ്പം നന്ദുവും അനിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോണിൽ. എന്നിട്ട് അനി നന്ദുവിനോട് പറയുന്നുണ്ട്, നന്ദു ഇവിടെ ഭയങ്കര ടെൻഷനാണ്, എന്നും ഇവളുമായിട്ട് പ്രശ്നങ്ങളേ ഉള്ളൂ. അനാമികയുടെ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, അവൾക്ക് വേറെ പല ബന്ധങ്ങളും ഉണ്ട്, പല ആൺപിള്ളേരുടെ കൂടെയും ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. ഏതൊക്കെ പുരുഷന്മാരാണോ ഉള്ളതെന്ന് പോലും അവൾക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, പാർക്കിൽ വെച്ച് അവൾ ഒരുത്തൻ്റെ കൂടെ മുട്ടി ഒരുമിയിരിക്കുന്നത് ഞാൻ എൻ്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. അങ്ങനെയുള്ള ഒരുത്തിയുടെ കൂടെ ജീവിക്കാൻ പറ്റുന്ന കാര്യമല്ല. അവൾ എൻ്റെ സ്വത്തും പണവും മാത്രം ആഗ്രഹിക്കുന്നത്. ഇപ്പോഴും ഞാനില്ലാതായാലും അവൾക്കോ അവളുടെ വീട്ടുകാർക്കോ ഒരു കുഴപ്പമില്ല. പിന്നെ നീ എന്തിനാ ഇങ്ങനെ അവളുമായിട്ട് ഒരുമിച്ച് ജീവിക്കുക എന്നിങ്ങനെ പറയുന്നത് നന്ദു എന്ന് ചോദിക്കുക. അപ്പം നന്ദു പറയുന്നുണ്ട്, അതല്ല നീ, നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകണം, ഇല്ലെങ്കിൽ അത് എൻ്റെ ജീവിതത്തെ കൂടിയാണ് ബാധിക്കുന്നത്. എനിക്കിങ്ങനെ ടെൻഷൻ അടിച്ച് ജീവിക്കാൻ പറ്റില്ല. എൻ്റെ 2 ഏടത്തിമാർ അവിടെയാണ്, അവരുടെ കാര്യം നീ ഒന്ന് ആലോചിക്കുക. ആദർശേട്ടനും നയനേടത്തിയും കൂടെ ആദ്യമൊക്കെ എന്ത് വഴക്കായിരുന്നു, പിന്നെ എന്ത് സ്നേഹമായിരുന്നു. ഇപ്പം കണ്ടില്ലേ, നയനേടത്തിയെ വേണ്ടാന്ന് വച്ചിരിക്കുക ആദർശേട്ടൻ. ഏടത്തി വീട്ടിൽ വന്ന് നിൽക്കല്ലേ. ആദർശേട്ടനും അതിനൊട്ടും വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. ഈ എല്ലാ ടെൻഷനും കാരണമാണ് എൻ്റെ അച്ഛനിപ്പം അറ്റാക്ക് വന്ന ആശുപത്രിയിലായത്. ഇങ്ങനെ മക്കളെക്കുറിച്ച് ഓർത്ത് നീറി എൻ്റെ അച്ഛനും അമ്മയും ജീവിക്കുന്നത്. ഞങ്ങളൊക്കെ പാവങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത്. ഇനിയും ഒരു ടെൻഷനോ പ്രശ്നമോ ഉണ്ടായാൽ അതൊന്നും താങ്ങാൻ എൻ്റെ അച്ഛനാവില്ല. അപ്പോഴേക്കും അനി പറയാണ്, എന്തിനാ നന്ദു നീ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നത്? ഞാൻ കുറച്ച് സമയം നിന്നോട് സംസാരിച്ചോട്ടെ എന്ന് പറയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം നമ്മുടെ അനാമിക ഒളിച്ച് നിന്ന് കേൾക്കാണ് കേട്ടോ. അപ്പോൾ അനിയാണെങ്കിൽ ഒരു കവിതയൊക്കെ എഴുതിയിട്ട് ഒരു കവിത, ആ കവിത നന്ദുവിന് ചൊല്ലിക്കൊടുക്കുകയാണ്. നന്ദുവിനെ കുറിച്ചിട്ട് തന്നെ വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു കവിതയാണ് കേട്ടോ. നന്ദു ആണെങ്കിൽ അത് നന്നായിട്ട് കേറിയിട്ട് ആസ്വദിക്കുന്നുണ്ട്. ആ സമയത്ത് അനാമികയ്ക്ക് ഇത് കണ്ടിട്ട് അങ്ങ് സഹിക്കാൻ വയ്യാതെ റൂമിലേക്ക് കയറി വരിക. എന്നിട്ട് പറയാ, അനി ഒന്ന് നിർത്തുന്നുണ്ടോ? അവൻ്റെ ഒരു പൈങ്കിളി കവിത, അവളെ പ്രലോഭിപ്പിക്കാൻ, അവളെ പ്രേമിക്കാനായിട്ടുള്ള കവിത എഴുതിയിരിക്കുന്നു. നാണം കെട്ടവൻ, നിനക്ക് നാണമില്ലടാ. 24 മണിക്കൂറും അവളുടെ പുറകെ ഇങ്ങനെ ഒലിപ്പിച്ച് ഫോണും ചെയ്ത് നടക്കുക. അത് പോരാഞ്ഞിട്ട് ഫോണിൽ കൂടെ കാമുകിക്ക് കവിത ചൊല്ലിക്കൊടുക്കുന്നു. നീ എന്തിനു കൊള്ളാടാ കിഴങ്ങ? വെറുതെ ഇങ്ങനെ നടക്കുക അവൻ കുറേ കവിത എഴുതി പെണ്ണുങ്ങളുടെ പുറകെ ഇങ്ങനെ ഒലിപ്പിച്ചുകൊണ്ട്. അതേസമയം ആദർശേട്ടനെ കണ്ട് നീ പഠിക്കുക. കമ്പനികളുടെ MD ആയിട്ടിരുന്ന് ഉണ്ടാക്കുന്നത് കണ്ടോ പണം? എല്ലാവരും നല്ലത് പറയുന്നതും ആദർശേട്ടനെ കുറിച്ച് മാത്രമാണ്. നീ അവിടെ 3 കമ്പനിയുടെ ചുമതല ഏൽപ്പിച്ചിട്ട് അവിടെ പോയി വായും പൊളിച്ചിരുന്ന് കവിത എഴുതുമല്ലേ? അപ്പോൾ അനി പറയാം, ദേ അനാമിയെ, അതിൽ കടന്ന് നീ എന്നോട് സംസാരിക്കരുത്. നിനക്ക് ഒന്നാമത് എന്നെ ഭരിക്കാൻ വരാൻ യാതൊരു റൈറ്റും ഇല്ല. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല. ഇപ്പോൾ ഒരു വിവാഹം കഴിഞ്ഞു എന്നുള്ള ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിന്നെ ഞാൻ സഹിക്കുന്നതേ ഉള്ളൂ. ഈ ഡിവോഴ്സ് പേപ്പറിലൊക്കെ ഒന്ന് ഒപ്പിട്ട് തരാൻ ഞാൻ നിന്നോട് എന്നും പറയുന്നുണ്ട്, നീ അതിനൊന്നും ശ്രമിക്കുന്നില്ലല്ലോ എന്ന് പറയാണ്. അപ്പം അനാമിക പറയാണ്, ഞാൻ ഒപ്പിട്ട് തന്നിട്ട് വേണം നിനക്ക് അവളെ കെട്ടി സുഖമായിട്ട് അങ്ങ് ജീവിക്കാൻ. അതിന് ഞാൻ അനുവദിക്കുമെന്ന് നീ ഓർക്കണ്ടാ നീ. അപ്പം അനി പറയാണ്, ഇനിയിപ്പം നീ അനുവദിച്ചില്ലെങ്കിൽ നന്ദു ഒത്ത് ജീവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നീ എനിക്ക് ഡിവോഴ്സ് തന്നില്ലേ, നിൻ്റെ കൂടെ ഇങ്ങനെ ശ്വാസം മുട്ടി ജീവിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ എങ്ങനെയെങ്കിലും ആത്മഹത്യ ചെയ്ത് എൻ്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കും എന്നൊക്കെ അനി അങ്ങ് പറയുകയാണ് കേട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മൂർത്തീസ് ജുവലറിയിലെ കള്ളത്തരത്തെക്കുറിച്ച് കണ്ടുപിടിക്കാനായിട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന്. അങ്ങനെ കള്ളക്കടത്ത് സ്വർണം കൊച്ചി വഴിയും കോഴിക്കോട് വഴിയൊക്കെ വരുന്നത് കൊണ്ടുവന്നിട്ട് അത് മുഴുവൻ പല ജ്വല്ലറിയിലേക്കും പോകുന്ന കൂടെ മൂർത്തീസ് ജ്വല്ലറിയിലേക്കും വരുന്നുണ്ടെന്നും അതിൽ നിന്ന് കുറേ സ്വർണമൊക്കെ അവിടെ തന്നെ സ്വർണ്ണാഭരണങ്ങളാക്കി വിൽക്കുന്നുണ്ടെന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആദർശും ഒക്കെ ഭയങ്കര ടെൻഷനിലാണ്. ഇതുവരെ ഒരു കാലത്തും ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല.
മുത്തശ്ശൻ ഇതറിഞ്ഞാൽ എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും. കാരണം മൂർത്തീസ് ജ്വല്ലറിയെക്കുറിച്ച് ഇങ്ങനെ ഒരു കളങ്കം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അതിന് മുത്തശ്ശൻ അനുവദിക്കുകയില്ല. നേരായ രീതിയിൽ ടാക്സ് കൊടുത്തു വരുന്ന സ്വർണം മാത്രമാണ് ഇവിടെയുള്ളത്. അത് നല്ല രീതിയിൽ പണി ചെയ്ത് നല്ല ശുദ്ധമായ സ്വർണ്ണമാണ് എല്ലാവർക്കും കൊടുത്തുകൊണ്ടും ഇരിക്കുന്നത്. അത് തന്നെയാണ് ഇത്രയും വർഷമായിട്ട് ഈ ജ്വല്ലറി ഇങ്ങനെ നിൽക്കാനായിട്ട് ഉള്ള സാഹചര്യം. മുത്തശ്ശൻ്റെയൊക്കെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ ജ്വല്ലറി. അതിങ്ങനെ നശിപ്പിച്ച് കളയാൻ പറ്റില്ല. അവിടുന്ന് ഇവിടുന്ന് വരുന്ന കള്ള സ്വർണം കൊണ്ടുവന്ന് ഉണ്ടാക്കി വിറ്റുള്ള ലാഭമൊന്നും മൂർത്തീസ് ജ്വല്ലറിക്ക് വേണ്ട എന്നൊക്കെ ഇങ്ങനെ ആദർശ് ജയനും കൂടി സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എന്തായാലും നല്ല രീതിയിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. SI ഇന്നും എന്നെ വിളിച്ചിരുന്നു എന്ന് പറയാണ് കുറേ ഡീറ്റെയിൽസിനൊക്കെ. നമ്മുടെ കമ്പനിയിലെ കുറച്ച് സ്റ്റാഫിനെയൊക്കെ സംശയമുണ്ട്. അവരെയൊക്കെ നല്ല രീതിയിലൊന്ന് ചോദ്യം ചെയ്താൽ ആരാണ് ഇതിന് പിന്നിലെന്നറിയാം. ഇനി അഭിയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ലെന്ന് ആദർശ് പറയാം. അപ്പോൾ ഉടനെ അജയനും പറയുന്നുണ്ട്, ശരിയാ, അവനെ ഈ കാര്യം ചെയ്യാൻ സാധ്യതയുള്ളൂ. അവൻ ഈ കമ്പനിയിലെ വേറൊരു സ്റ്റാഫാണേലും മൂർത്തീസ് ജ്വല്ലറിയിലെ ഒരു അംഗമല്ലേ അവനും. നമ്മുടെ ട്രസ്റ്റിലെ ഒരു അംഗമാണ് അവൻ. അതുകൊണ്ട് തന്നെ അവന് അധികാരം കൂടുതലുണ്ട്. അവൻ പറഞ്ഞ പല സ്റ്റാഫുകളും അംഗീകരിക്കുകയും ഒക്കെ അനുസരിക്കുകയും ചെയ്യും. അതുപോലെ പണത്തിനേറെ ആവശ്യമുണ്ട് അവന്. ഇവിടുന്ന് കിട്ടുന്ന ഈ നക്കാപ്പിച്ച ശമ്പളം ഒന്നും കൊണ്ട് അവന് കഴിയാൻ പറ്റില്ല. അവൻ വല്ലാതെ ദൂർത്തടിച്ചൊക്കെ തന്നെയാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെയാണ് ജലജയുടെ കാര്യം. ജലജയ്ക്കും നല്ല ഒരു തുക കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് അഭി. അപ്പോൾ ഇതൊക്കെ എവിടുന്ന് വരാനാ? ഇവിടുന്ന് ഒരു ശമ്പളക്കാരനായിട്ടിരിക്കുന്ന അഭി ഇത്രയും പണമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അവൻ തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിലെന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ജയൻ പറയുന്നുണ്ട്, അവൻ തന്നെയായിരിക്കും, അവനേ ഉള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. പിന്നെ അന്വേഷണം നടക്കട്ടെ, നമ്മൾ വെറുതെ ഒരാളെ പറയാൻ പാടില്ലല്ലോ. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ നേരെയും ചോദ്യചിഹ്നം ഉണ്ടാവും. അതുകൊണ്ട് വ്യക്തമായ അന്വേഷണങ്ങൾക്കൊക്കെ ശേഷം അഭിയാണെന്ന് തെളിഞ്ഞാൽ പിന്നെ അവനെ ഈ ജ്വല്ലറിയിൽ ഒരു ജോലിക്കാരനായിട്ട് പോലും വയ്ക്കരുത്. കാരണം നമ്മുടെ ജ്വല്ലറിയുടെ പേരും പെരുമയൊക്കെ എന്നും നിലനിൽക്കേണ്ടത് തന്നെയാണ് എന്നൊക്കെ അവരിങ്ങനെ സംസാരിക്കുക. അപ്പോഴാണ് SI ആദർശിനെ വിളിക്കുന്നത്. എന്നിട്ട് പറയാണ്, വ്യക്തമായ കുറേ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്, ഞാൻ എന്തായാലും ജ്വല്ലറിയിലേക്ക് വരികയാണെന്ന് പറയണം. കുറച്ച് പേരെ ചോദ്യം ചെയ്യാനും കുറേ തെളിവുകളൊക്കെ എടുക്കാനും ഉണ്ടെന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, സാറ് ധൈര്യമായിട്ട് വന്നു, ഞങ്ങൾക്ക് ആർക്കും ഇതിലൊരു പങ്കുമില്ല. ഇതിൽ കളിക്കുന്നത് ഇവിടുത്തെ ഏതെങ്കിലും മറ്റ് സ്റ്റാഫോ മറ്റോ ആണെങ്കിൽ അതെല്ലാം കണ്ടെത്തി ആ തെളിവുകളെല്ലാം നിരത്തി അവരെ പുറത്താക്കുക തന്നെ ചെയ്യണം. ഞങ്ങൾ ജ്വല്ലറിക്ക് ഇങ്ങനെ ഒരു പണം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നല്ല രീതിയിലുള്ള സ്വർണവും നല്ല ഡിസൈനുകളുമാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ട് വർഷങ്ങളായിട്ട് ആളുകൾക്ക് ഞങ്ങളെ നല്ല വിശ്വാസവുമാണ്. അത് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റില്ല. പിന്നെ കൂടത്തിൽ നിന്ന് ഇങ്ങനെ ചതി ചെയ്യുന്ന ആളാരാണെന്നറിയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട് സാറെന്ന് പറയാണ്. അങ്ങനെ SI അങ്ങോട്ട് വരികയാണ്. വന്നു കഴിയുമ്പം ആദർശിനോടും ജയനോടും അജയനോടും ഒക്കെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഇത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ വീട്ടിലുള്ള ഒരാൾ, ഈ ട്രസ്റ്റിലുള്ള ഒരാൾ തന്നെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്നാണ് അറിയാൻ സാധിച്ചത്. കുറച്ച് തെളിവുകളൂടി കിട്ടിയാൽ മതി എന്ന് പറയാണ്. അപ്പോൾ ഉടനെ ആദർശ് ചോദിക്കുകയാണ്, ആരാണ് സാർ, അഭിയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അതെ, അഭി തന്നെയാണ്. അഭിയെക്കുറിച്ചിട്ടാണ് കുറേ തെളിവുകൾ കിട്ടിയത്. കുറേ സാക്ഷി മൊഴികളും അതുപോലെ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ മൊഴികളും ഒക്കെ ഞങ്ങൾ എടുത്തു. കുറേ പേരെയൊക്കെ ചോദ്യം ചെയ്തു. അതിൽ അഭി പറഞ്ഞിട്ടാണ് ചെയ്തതെന്നാണ് പലരും പറയുന്നത്. അഭിയാണ് എല്ലാം. നമുക്കിപ്പോൾ തെളിവുകൾ വെച്ച് സംശയം എന്ന് പറയാണ്. ഇവിടുത്തെ ഒരു സ്റ്റാഫ് ഉണ്ടല്ലോ, അയാളും അഭിയോടും കൂടിയാണ് ഇത് ചെയ്യുന്നത്. അയാൾ വർഷങ്ങളായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ആളാണ്. പക്ഷേ കുറേ നാളുകളായിട്ട് അഭിയുമായിട്ട് ചേർന്ന് സ്വർണ്ണക്കടത്തിൽ പങ്കുചേരുന്നുണ്ട്. അവിടുന്ന് എത്തുന്ന സ്വർണം കടത്തി ഇവിടെ എത്തിക്കുന്ന ഒരു ടീമുണ്ട്. അങ്ങനെ എത്തുന്നവരുടെ കയ്യിൽ നിന്ന് അയാൾ വാങ്ങിയിട്ടാണ് ഇവിടെ ഈ ജ്വല്ലറികളൊക്കെ ആയിട്ട് മേക്ക് ചെയ്ത് വിൽക്കുന്നത്. അത് പകുതിയും അഭി വേറെ കണക്കിലാണ് ഉൾപ്പെടുത്തുന്നത്. അങ്ങനെ കിട്ടുന്ന വമ്പൻ ലാഭം അഭിയുടെ അക്കൗണ്ടിൽ തന്നെയാണ്. കുറേയൊക്കെ ഈ സ്റ്റാഫുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. കുറച്ച് നാളായി ഇവർ ഈ കളി തുടങ്ങിയിട്ട് എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, കള്ളൻ കപ്പലിൽ തന്നെയാണ്. ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ ട്രസ്റ്റിലുമുള്ള ഇങ്ങനെ ഒരുത്തം മാത്രമേ ഇത് ചെയ്യാൻ സാധ്യതയുള്ളെന്ന് സാറേ എന്ന് പറയാണ്. അപ്പോൾ SI പറയുന്നുണ്ട്, അഭി ആയതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. ഇത്രയും വലിയ ഒരു കള്ളത്തരം, അത് ഒരു ഭയങ്കര കള്ളത്തരം തന്നെയാണ് ചെയ്യുന്നത്. പോലീസിൻ്റെ രീതിയിൽ പറഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് അകത്തിടേണ്ട കള്ളത്തരമാണ്. പിന്നെ മൂർത്തീസ് ജ്വല്ലറിയിലെ ഒരു അംഗമായതുകൊണ്ടാണ്
ഞങ്ങളിപ്പം ഇവിടെ വന്ന് നേരിട്ട് പറഞ്ഞതെന്ന് പറയുക. അപ്പം ജയൻ പറയുന്നുണ്ട്, അത് സാറേ അവൻ തെറ്റ് ചെയ്തെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ ഈ മൂർത്തീസ് ജ്വല്ലറിക്ക് അതും ഒരു കളങ്കമല്ലേ? ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു തലതെറിച്ച ഒരുത്തനുള്ളത് കൊണ്ട് ഈ ജ്വല്ലറിക്ക് തന്നെയല്ലേ അതിൻ്റെ പേരുദോഷം എന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നേരിട്ട് വന്നതെന്ന് പറയുകയാണ്. അവൻ്റെ പിന്നിൽ കുറേ പേരുണ്ട്, ഈ സ്വർണം കടത്തിക്കൊണ്ട് വരുന്നവരും മറിച്ച് വിൽക്കുന്നവരും ഒക്കെ. പക്ഷേ അത് ഈ ജ്വല്ലറിയിലേക്ക് വാങ്ങുന്നത് അഭി തന്നെയാണ് എന്ന് പറയാണ്. അവരെയെല്ലാം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, സ്വർണം കടത്തിയവരെയൊക്കെ. പിന്നെ നിങ്ങളുടെ ജ്വല്ലറിയിൽ ഇത് വാങ്ങിയിരിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിലെ ആളെ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അത് പ്രത്യേകിച്ച് ഒഫൻസ് ഒന്നുമല്ല, നിങ്ങളുടെ ജ്വല്ലറി ചെയ്ത ഒരു കള്ളത്തരത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ചതി പറ്റിയതുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, തൽക്കാലം കേസൊന്നും വേണ്ട സാറേ, ഞാൻ അവനോട് പറഞ്ഞോളാം. അവനിനി ഈ ജ്വല്ലറിയിൽ ഒരു സ്റ്റാഫായിട്ട് പോലും നിർത്താൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. അങ്ങനെ SI തിരിച്ചു പോവാണ്. അബിയുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിഞ്ഞു കഴിയുമ്പോഴേ ആദർശ് നേരെ അനന്തപുരിയിലേക്ക് വെച്ച് പിടിക്കുകയാണ്. അബിയെ പിടിച്ച് 2 എണ്ണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് ഉറക്കെ അബി എന്ന് വിളിച്ച് ചെല്ലുക. അപ്പോഴേക്കും ജലജ ഇറങ്ങി വരുന്നുണ്ട്. ജലജ ചോദിക്കുക, എന്താ ആദർശേ അബിയെ വിളിക്കുന്നേ? അബി എവിടെ? അപ്പച്ചി ഇങ്ങോട്ട് വിളിച്ചതെന്ന് പറയാണ്. അപ്പോൾ ജലജ അബിയെ വിളിക്കുന്നുണ്ട്. അബിയും ജലജയും കൂടി ഇറങ്ങി വരികയാണ്. അപ്പോൾ ആദർശ് ചോദിക്കും, ഒറ്റ ഒരെണ്ണം കൊടുക്കുകയാണ് അബിയുടെ കാരണത്തിൻ്റെ, ഒന്നും ചോദിക്കാതെയും പറയാതെയും ഒക്കെ. അപ്പോഴത്തേക്കും ജലജ ചോദിക്കുക, എന്താ ആദർശേ വന്ന പാടെ എൻ്റെ മോൻ്റെ കരണം അടിച്ച് പൊട്ടിക്കുന്നത്? അവൻ എന്ത് തെറ്റാ ചെയ്തത്? നിനക്ക് നിൻ്റെ ഭാര്യയോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് ഇവനോടാണോ തീർക്കേണ്ടത്? അപ്പോൾ പറയാണ്, എൻ്റെ ഭാര്യയോട് ദേഷ്യം ഉണ്ടെങ്കിൽ അത് ഞാൻ തീർത്തോളാം, ഇവനെ അടിച്ചത് എന്തിനാണെന്ന് അവനോട് തന്നെ അപ്പച്ചി ചോദിച്ചു നോക്ക്. അപ്പോൾ ജലജ ചോദിക്കുക, എന്താ ഇനി അടുത്ത് ഒപ്പിച്ച് വച്ചിരിക്കുന്ന നീ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയാണ്, മുത്തശ്ശി ഇതറിയണം, മുത്തശ്ശൻ തൽക്കാലം ഇതറിയണ്ട, എല്ലാ കള്ളത്തരങ്ങളും ചെയ്തു കൂട്ടിയിരിക്കുന്ന ഇവനാണ്. കള്ളക്കടത്ത് സ്വർണം നമ്മുടെ ജ്വല്ലറി വഴി വിറ്റഴിക്കുന്നുണ്ട് ഇവൻ. അവിടെ കള്ളക്കടത്ത് സ്വർണം വാങ്ങി അത് സ്വർണ്ണാഭരണങ്ങളാക്കി വിൽക്കുന്നുണ്ട്. ഇവൻ ചെയ്യുന്ന എത്ര വലിയ തെറ്റാണെന്നറിയാവോ? എന്ത് വലിയ തെറ്റ് ചെയ്യുന്ന സ്വർണ്ണക്കടത്തുകാർക്കാണ് ഇവൻ കൂട്ടു നിൽക്കുന്നതെന്നറിയാവോ? നമ്മുടെ ജ്വല്ലറിക്ക് അങ്ങനെ ഒരു പണം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ജ്വല്ലറിയുടെ പേരും പ്രശസ്തി എല്ലാം കളയാൻ വേണ്ടി ഉണ്ടാക്കിയവൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആദർശ്. അപ്പോൾ ജലജ ചോദിക്കുക, അബി നീ പറയുന്നത് സത്യമാണോ? അബി ഈ പറയുന്നതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുക. അബി അപ്പം അത് അമ്മ, എനിക്ക് ഇവിടുന്ന് കിട്ടുന്ന ഒരു വളരെ കുറഞ്ഞ ഒരു ശമ്പളമല്ലേ, അതുകൊണ്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും? അമ്മയ്ക്ക് തന്നെ പട്ടുസാരി വാങ്ങിക്കാൻ എത്ര രൂപ ഞാൻ മാസം തരുന്നുണ്ട്, അതുപോലെ എൻ്റെ ചിലവുകളൊക്കെ ഇല്ലേ? അതിനുവേണ്ടി ഞാൻ ചെറിയൊരു കള്ളത്തരം ചെയ്തു, ഒരുപാട് ഇവൻ പറയുന്ന പോലെ വലിയ കള്ളത്തരമൊന്നുമല്ല എന്ന് പറയുമ്പോൾ ഒറ്റയടി കൂടി കൊടുക്കുകയാണ് ആദർശ്. ഇനി നീ ഒരക്ഷരം പറയരുത്. ഇത്രയും നാളും കമ്പനിയിൽ ഒരു സ്റ്റാഫായിട്ട് നിന്നെ വെച്ച് ശമ്പളം തന്ന് അവിടെ നീ ജോലി ചെയ്തിട്ടൊന്നുമല്ല. പക്ഷേ ഇനി മേല മൂർത്തീസ് ജ്വല്ലറിയുടെ പടി കടന്നു പോകരുതെന്ന് ആദർശ് താക്കീത് കൊടുക്കുകയാണ് കേട്ടോ അബിക്ക്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്